ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സാംസങ്ങിന്റെ ഫോണുകൾ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത. ഒട്ടനവധി പുതിയ നല്ല യൂസ്ഫുൾ ആയ ഫീച്ചേഴ്സുമായിട്ടാണ് സാംസങ്ങിന്റെ പുതിയ One UI 5 വരാൻ പോകുന്നത്. ഒരു ഫോൺ തന്നെ 2 ഫോണോ 3 ഫോണോ 4 ഫോണോ ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന കൂടുതൽ യൂസേഴ്സിനെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ സാംസങ്ങിന്റെ ഫോണിലേക്ക് വരികയാണ്. ഇത് മാത്രമല്ല, കോൾ ചെയ്യുമ്പോൾ കോളിന്റെ ഡിസ്പ്ലേ മൊത്തമായിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ ആ വിളിക്കുന്ന ആളുടെ ഫുൾ വീഡിയോ ഇടാനോ ഫോട്ടോ ഇടാനോ എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള കസ്റ്റമൈസേഷൻ ഓപ്ഷൻ, അതേപോലെ തന്നെ സ്പ്ലിറ്റ് സ്ക്രീൻ ഒക്കെ കുറെ കൂടി അഡ്വാൻസ്ഡ് ആയ ലെവലിൽ യൂസ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ, ഒട്ടനവധി ഒരുപാട് നല്ല ഫീച്ചറുകൾ. പിന്നെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന സെപ്പറേറ്റ് സെക്ഷൻ തന്നെ നമ്മുടെ ഫോണിന്റെ സേഫ്റ്റിക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നു. അതായത് ആൻഡ്രോയിഡ് 13 ഫീച്ചർ. സോ ഒരുപാട് മാറ്റങ്ങളാണ് One UI 5 വരുന്നതോടുകൂടി നമ്മുടെ സാംസങ് ഫോണുകളിലേക്ക് വരാൻ പോകുന്നത്. സോ എന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ? നമുക്ക് പ്രധാനപ്പെട്ട മാറ്റങ്ങളെ ഇവിടെ ഒന്ന് കാണാം. സോ നമ്മുടെ സാംസങ് S22 Ultra എന്ന് പറയുന്ന ഫോണാണിത്. ഇതിന്റെ സെറ്റിംഗ്സിൽ എബൌട്ട് സെക്ഷൻ എടുത്താൽ ഇപ്പോൾ ഫോണിന്റെ ഫോട്ടോ അടക്കമാണ് അവർ എബൌട്ട് സെക്ഷൻ കാണിക്കുന്നത്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഫോൺ ഏതാണെന്ന് അറിയാൻ പാടില്ലെങ്കിൽ അതിന്റെ എബൌട്ട് സെക്ഷനിൽ കയറിയിട്ട് ഇങ്ങനെ നോക്കിയാൽ മതി. അപ്പോൾ അവിടെ ഫോണിന്റെ പടം അടക്കം കൃത്യമായിട്ട് പേര് എഴുതി കാണിക്കുന്നുണ്ടാവും. സോ ഇതൊരു നല്ല അപ്ഡേറ്റ് ആണ്. ഉണ്ടെന്നേ, നിങ്ങൾ അങ്ങനെ ചിരിക്കൊന്നും വേണ്ട. എനിക്കറിയാം ഇതെന്ത് ഫീച്ചറാണെന്നല്ലേ. ചില ആൾക്കാരുണ്ട്, അവരുടെ കയ്യിരിക്കുന്ന ഫോണിന്റെ മോഡൽ ഏതാണെന്ന് ചോദിച്ചാൽ അറിയാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അവർക്ക് ഇത് നല്ല ഒരു ഉപയോഗപ്രദമായ കാര്യമാണ്. പോട്ടെ, അത് വലിയ കാര്യമൊന്നുമല്ല. സോഫ്റ്റ്വെയർ ഇൻഫർമേഷനിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം One UI 5.0 ആൻഡ്രോയിഡ് 13. നമ്മുടെ ലേറ്റസ്റ്റ് ബീറ്റ വേർഷൻ നമ്മുടെ ഫോണിലേക്ക് കിട്ടിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളത് ഞാൻ അടുത്ത സെക്ഷനിൽ കാണിച്ചു തരാം. അവസാനമൊക്കെ ആകുമ്പോൾ കാണിച്ചു തരാം. ആദ്യമായിട്ട് നമുക്ക് ഇതിലെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഒന്നൊന്നായിട്ട് നോക്കാം. ആദ്യത്തെ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ കാത്തിരുന്ന ഒരു ഫീച്ചർ അത് വന്നിട്ടുണ്ട്. സംഗതി വേറൊന്നുമല്ല, അക്കൗണ്ട്സ് ആൻഡ് ബാക്കപ്പ് എന്നുള്ള സെക്ഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് യൂസേഴ്സ് നമുക്ക് ആഡ് ചെയ്യാം. ആഡ് ഗസ്റ്റ് യൂസർ അല്ലെങ്കിൽ ആഡ് യൂസർ. അപ്പോൾ ഒരു ഫോണിനെ തന്നെ രണ്ട് ഫോണായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. രണ്ടല്ല, ആഡ് യൂസർ, ഒന്നിലധികം യൂസേഴ്സിനെ നമുക്ക് ആഡ് ചെയ്യാൻ അനുവദിക്കുന്നുണ്ട്. പിന്നെ ഇതിനിടയ്ക്ക് ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നുപോയോ? അങ്ങനെയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ. സോ ഗസ്റ്റ് മോഡ് എന്ന ആ ഗംഭീര ഫീച്ചർ ഈ ഫോണിലേക്ക് വന്നിരിക്കുകയാണ്. എല്ലാ ആൻഡ്രോയിഡ് ഫോണിലും ഉണ്ട് കേട്ടോ അത്. അപ്പോൾ ഇതിലത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ഒരു ഫീച്ചറായിരുന്നു എന്നെ സംബന്ധിച്ച്. സോ അത് വന്നതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ അത് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഫീച്ചർ എന്ന് പറയുന്നത് കോൾ ബാക്ക്ഗ്രൗണ്ട്. അതായത് നമ്മൾ കോൾ എടുത്തിട്ട് മെനു എടുത്ത് സെറ്റിംഗ്സ് എടുക്കുകയാണെങ്കിൽ കോൾ ബാക്ക്ഗ്രൗണ്ട് എന്ന ഒരു ഫീച്ചർ വന്നിട്ടുണ്ട്. കണ്ടോ, നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് കോളിന് വേണ്ടി അസൈൻ ചെയ്യാൻ സാധിക്കും. ഇന്ന ബാക്ക്ഗ്രൗണ്ട്, ഇതിപ്പോൾ സാംസങ്ങിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്താൽ നമുക്കിതാ ഇതിൽ ഇഷ്ടമുള്ള പോലെയുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ സെറ്റ് ചെയ്യാം. കണ്ടോ, ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തിട്ട് സെറ്റ് ആസ് കോൾ ബാക്ക്ഗ്രൗണ്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ആരെങ്കിലും വിളിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും വരിക. ഇപ്പം എൻ്റെ വൈഫ് കോൾ ചെയ്യുന്നുണ്ട്, ഞാൻ സെപ്പറേറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. കണ്ടോ, സൗണ്ട് അടക്കമാണ് വരുന്നത് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് സൗണ്ട് വേണ്ടെങ്കിൽ ഓഫ് ചെയ്യാം. സൗണ്ട് അടക്കം ഇപ്പം എൻ്റെ വൈഫാണ് വിളിക്കുന്നത്, ബട്ട് ഈ ഒരു വീഡിയോ ആണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. സോ ആ വീഡിയോ നമുക്ക് അവിടെ ക്ലിയർ ആയിട്ട് കാണാം. സോ ഇത് കട്ട് ചെയ്യാം. ഇതിപ്പോൾ ജനറലായിട്ട് സാംസങ്ങിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇട്ട് കാണുകയാണ് ചെയ്തത്. ബട്ട് ഇതല്ലാതെ ഓരോ കോൺടാക്റ്റിനും സെപ്പറേറ്റ് നമുക്ക് ഇഷ്ടമുള്ള വീഡിയോ ഇടാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ജസ്റ്റ് കോൺടാക്ട്സ് എടുക്കുക. ഏത് കോൺടാക്റ്റ് ആണോ നമുക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്യാം. കണ്ട, കോൺടാക്റ്റ് എഡിറ്റ് ചെയ്യുക. എഡിറ്റ് മോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ കോൾ ബാക്ക്ഗ്രൗണ്ട് വിത്തൗട്ട് സൗണ്ട് എന്നോ അല്ലെങ്കിൽ കോൾ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം. ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത് കോൾ ബാക്ക്ഗ്രൗണ്ട് വിത്തൗട്ട് സൗണ്ട് ആണ്. എങ്കിലും നിങ്ങൾക്കത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള സെക്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പ്ലസ് കണ്ടോ, ഈ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇഷ്ടമുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ ഒരു വീഡിയോ തന്നെയാണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് പ്രൈവറ്റ് ഫോണിൽ നിന്ന് ഇതിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ ആയിരിക്കും വരിക. നമുക്ക് സാമ്പിൾ കാണാം. കണ്ടോ, എൻ്റെ ആ ഒരു വീഡിയോ ആണ് വരുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോ ഇതിനകത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതേപോലെ ഇതിനകത്ത് സൗണ്ട് ഉണ്ടെങ്കിൽ ആ സൗണ്ട് കൂടി നിങ്ങൾക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ സാധിക്കും. ഇതിൽ സൗണ്ട് ഇല്ലാത്തത് കൊണ്ടാണ് ഇതിൻ്റെ ഡീഫോൾട്ട് ആയിട്ടുള്ള റിംഗ് ടോൺ നമുക്ക് വന്നത്. സോ ഈ രീതിയിൽ കോളുകൾക്ക് അടിപൊളി വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ഭംഗിയായിട്ട് കൊടുക്കാം. സോ സംഗതി ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കാതെ ലൈക്ക് ചെയ്യുക. ഇനി അടുത്തതായിട്ട് സ്റ്റാക്ക് വിഡ്ജറ്റുകൾ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് അടുക്കി വെക്കുന്ന സംഭവം. സ്മാർട്ട് വിഡ്ജറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓൾറെഡി അവൈലബിൾ ആണ്, ഇമ്പ്രൂവ് ആക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് വിഡ്ജറ്റുകൾ ഒരേ സൈസിലുള്ള വിഡ്ജറ്റുകളൊക്കെ സ്റ്റാക്ക് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഒന്നിലധികം വിഡ്ജറ്റുകൾ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. എൻ്റെ സ്ക്രീൻ ഏകദേശം നിറഞ്ഞിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറി ഇത് ഒരേ സൈസുള്ള വിഡ്ജറ്റ് ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ആഡ് ചെയ്യാം. ഇത് ഓൾറെഡി നമുക്ക് അവൈലബിൾ ആണ്. സ്മാർട്ട് വിഡ്ജറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരേ സൈസുള്ള വിഡ്ജറ്റുകളാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പോൾ ഇതൊരു സൈസായി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ആഡ് ചെയ്ത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വൈപ്പ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഇപ്പോൾ ഇതും കണ്ടോ, സ്റ്റാക്കബിൾ വിഡ്ജറ്റ്. എഡിറ്റ് സ്റ്റാക്ക് കണ്ടോ, എഡിറ്റ് സ്റ്റാക്ക്, ഓട്ടോ റൊട്ടേറ്റ് വിഡ്ജറ്റ് എന്നോ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ഇനി കൂടുതൽ വിഡ്ജറ്റുകളിലേക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ, അതേപോലെ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ബെറ്ററായിട്ട് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്.
തീർച്ചയായിട്ടും ഇതൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് യൂസ്ഫുൾ ആയിരിക്കാം. ഇനി മെറ്റീരിയൽ UI, അതായത് ഈ ഫോണിന്റെ UI മൊത്തത്തിൽ നമ്മളൊരു വാൾപേപ്പർ ഇടുമ്പോൾ അതിനനുസൃതമായ രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റും. അതായത് കളർ ചേഞ്ച് ആവുക. നമ്മളിപ്പോൾ ഈ ഒരു വാൾപേപ്പർ ഇട്ടിരിക്കുന്നു, ഈ ഒരു കളർ വാൾപേപ്പർ ഇപ്പോൾ ഇതിൽ നമ്മൾ കാണുമ്പോൾ ഏകദേശം ഈ ഒരു കളർ മാച്ചിങ്, അതിനോട് മാച്ച് ആയിട്ടുള്ള കളറുകളാണ് കാണുക. വോളിയം നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇതൊക്കെ ആ ഒരു കളറിനെ മാച്ച് ചെയ്തുകൊണ്ടുള്ള സംഭവങ്ങളാണ് കാണുന്നത്. ഇനി നമ്മൾ വാൾപേപ്പർ മാറ്റുകയാണെങ്കിൽ കണ്ടോ, വാൾപേപ്പർ ഞാൻ മാറ്റാൻ പോവാണ്. മൈ വാൾപേപ്പർ ഇപ്പോൾ ഒരു നമുക്കിത് ഇങ്ങനെ ഒരു കളർ എടുക്കാം. ഹോം സ്ക്രീൻ കൊടുക്കുന്നു, സെറ്റ് ഹോം സ്ക്രീൻ. ഇപ്പോൾ നമുക്ക് കളർ പാലറ്റുകൾ വരും താഴെ. പണ്ടത്തെക്കാളും കൂടുതൽ കളർ പാലറ്റുകൾ ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഇതിലിപ്പോൾ 4 എണ്ണമേ ഉള്ളൂ. ഈ കളറിന് 4 ഓപ്ഷനേ ഉള്ളൂ. ചിലതിനൊക്കെ 8 ഓപ്ഷൻ വരെ കിട്ടുന്നത് കണ്ടു, 16 ഓപ്ഷൻ വരെ കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു കളർ പാലറ്റ് നമുക്ക് ഇഷ്ടമുള്ള കളർ ഇതാ, ഇപ്പോൾ ഇത്തിരി ഡാർക്കായ ഈ ഒരു സംഭവം നമ്മൾ സെലക്ട് ചെയ്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കണ്ടോ, ആ ഐക്കൺസ് മുഴുവൻ മാറിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഈ വോളിയം സ്ലൈഡർ അടക്കം കണ്ടോ, ഇത് വോളിയത്തിൻ്റെ ഈ സംഭവങ്ങൾ അടക്കം കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. മുമ്പ് ഇങ്ങനെ ഇല്ലായിരുന്നു. മുമ്പത്തെ സംഭവം നിങ്ങൾക്ക് ഇവിടെ കാണാം കണ്ടോ. ഇതിലേക്ക് വന്നപ്പോൾ പക്ഷേ കണ്ടോ, അതങ്ങനെ കളറുകളും ഐക്കൺസിൻ്റെ ഒക്കെ മാറുമെങ്കിലും ആ ഒരു വോളിയം സ്ലൈഡറിൻ്റെ ഒന്നും മാറുന്നില്ല. അതായത് ഫുള്ളായിട്ട് മാറുന്നില്ലായിരുന്നു. ബട്ട് ഇപ്പം നമുക്കിത് ഫുള്ളായിട്ട് വോളിയം സ്ലൈഡർ അടക്കം എല്ലാം മാറും. ടോട്ടലി ആ വാൾപേപ്പറിനനുസരിച്ച് കൊണ്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി അടുത്തത് നോട്ടിഫിക്കേഷൻ ഷെയ്ഡിൽ കുറച്ച് മാറ്റങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. നോട്ടിഫിക്കേഷൻ്റെ ഐക്കൺസ് ഒക്കെ ഇതാ ഈ രീതിയിലാണ്. മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ല, അത് മെർജ് ആയിട്ടായിരുന്നു. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. ഈ രീതിയിലാണ് ഐക്കൺസ് വന്നിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇപ്പോൾ വന്നിട്ട് ഇതൊക്കെ മാറി കണ്ടോ. സ്റ്റെപ്പ് ആണെങ്കിലും അതിൻ്റെ ഐക്കൺ ഒരു സൈഡിൽ, ഇപ്പുറത്തെ എഴുത്തുകളെ കുറച്ചും കൂടി വലുതായിട്ടുണ്ട്. ബിറ്റ് ഡിഫൻഡർ എന്തായാലും സംഭവങ്ങളൊക്കെ നമുക്ക് ഐക്കൺസ് ഈ സൈഡിലും ബാക്കി ഡീറ്റെയിൽസ് അപ്പുറത്തെ സൈഡിലും ആ രീതിയിൽ നമുക്ക് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി വൃത്തിയായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലേക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി സ്പ്ലിറ്റ് സ്ക്രീനിൻ്റെ ഭാഗത്ത് കുറച്ച് നല്ല ചേഞ്ചസ്, സ്പ്ലിറ്റ് സ്ക്രീൻ, ഈ ഒരു പോപ്പപ്പ് സ്ക്രീൻ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, പോപ്പപ്പ് വിൻഡോ, അതൊക്കെ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കണ്ടു നോക്കാം. നമ്മൾ നോർമലി ഇപ്പോഴത്തെ അവസ്ഥയിൽ സെറ്റിംഗ്സ് എടുത്തു, ഇവിടെ ടാപ്പ് ചെയ്തിട്ട് ഓപ്പൺ ഇൻ സ്പ്ലിറ്റ് സ്ക്രീൻ എന്ന് കൊടുക്കണം. അപ്പോൾ സ്പ്ലിറ്റ് സ്ക്രീൻ വരുന്നു. ബട്ട് ഇനി നമുക്ക് ഇങ്ങനൊരു ബുദ്ധിമുട്ടില്ല. നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം സ്പ്ലിറ്റ് സ്ക്രീനിൽ കാണണമെങ്കിൽ, ഇപ്പോൾ ട്വിറ്റർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇതെനിക്ക് സ്പ്ലിറ്റ് സ്ക്രീനിലേക്ക് ആക്കണമെങ്കിൽ ഇവൻ ഇങ്ങോട്ട് എടുത്തിട്ട് ജസ്റ്റ് ആ ഒരു അതിൽ ടാപ്പ് ചെയ്തിട്ട് അത് എവിടെ കൊണ്ടിടുന്നോ, ഏത് ഭാഗത്ത് വേണം നിശ്ചയിച്ചിട്ട് വിട്ടാൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് അവിടെ സ്പ്ലിറ്റ് സ്ക്രീൻ ആയിക്കോളും. പിന്നെ അത് അടുത്ത ഓപ്ഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ടാപ്പ് ചെയ്താൽ അടുത്തതും വരും. ഇനി ഇത് മാത്രമല്ല ഇതിനകത്തെ പ്രത്യേകത, ഇത് നമുക്ക് കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ഉള്ള ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ഇതാ ഇതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫേവറേറ്റ് കണ്ടോ, ഈ ഫേവറേറ്റിൽ ടാപ്പ് ചെയ്താൽ നമുക്കിത് ഹോം സ്ക്രീനിലേക്ക് ആഡ് ചെയ്യാം. കണ്ടോ, ഹോം സ്ക്രീൻ. ഇത് കൊടുത്താൽ എന്താണ് ഗുണമെന്ന് ചോദിച്ചാൽ, അടുത്ത റൗണ്ട് നമ്മളെപ്പോഴും ഈ ട്വിറ്റർ നോക്കുന്ന സമയത്ത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ എന്തെങ്കിലും ഒരു ആപ്പ് കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ്. ഈ ഒരു ആപ്പ് തുറക്കുമ്പോൾ എപ്പോഴും നമുക്ക് അത് സ്പ്ലിറ്റ് സ്ക്രീനിൽ തുറക്കുകയും ഇവിടെ വേറൊരു ആപ്പ് കൃത്യമായിട്ട് തുറന്നു തരികയും വേണം. നിർബന്ധമായിട്ടും ആ ഒരു ആപ്പ് എപ്പോഴും സ്പ്ലിറ്റ് സ്ക്രീനിലാണ് നമുക്ക് തുറക്കേണ്ടത് എങ്കിൽ നമുക്ക് ഇങ്ങനെ ഫേവറേറ്റ് ഇതിൽ ടാപ്പ് ചെയ്തിട്ട് ഫേവറേറ്റ് ആഡ് ചെയ്തിടാം, ഹോം സ്ക്രീനിലേക്ക് ആഡ് ചെയ്തിടാം. അങ്ങനെ ആഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഈ സ്പ്ലിറ്റ് സ്ക്രീൻ ക്ലോസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നോർമലി ഒന്നുമില്ല. ഞാൻ ആ ഒരു സെറ്റിങ്സിൻ്റെ ഭാഗത്തേക്ക് വരണം. ട്വിറ്റർ ആൻഡ് ഗാലറി, ട്വിറ്റർ ആൻഡ് സെറ്റിങ്സ്, ഇതിൻ്റെ ആ സ്പ്ലിറ്റ് സ്ക്രീനിലാണ് ഈ ഐക്കൺ കിടക്കുന്നത്. നമ്മൾ ട്വിറ്റർ തുറക്കണം, അതും ഗാലറിയുമായിട്ട് സ്പ്ലിറ്റ് സ്ക്രീനിൽ തുറക്കണം എന്നുണ്ടെങ്കിൽ ഇനി ഈ ഐക്കണിൽ ടാപ്പ് ചെയ്താൽ ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ വരും. കണ്ടോ, നമ്മൾ സ്പ്ലിറ്റ് സ്ക്രീൻ തുറക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഈ രീതിയിലാണെങ്കിൽ അത് നമുക്ക് ഫേവറേറ്റ് ചെയ്ത് ഹോം സ്ക്രീനിലേക്ക് ഇടാം. അങ്ങനെ വളരെ കൺവീനിയൻ്റ് ആയിട്ട് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി പോപ്പപ്പ് വിൻഡോയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കുറേ കൂടി സൗകര്യപ്രദമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അവർ. അതായത് നോർമലി പോപ്പപ്പ് വിൻഡോ എടുക്കാൻ ഇത്തിരി പാടുണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് ബുദ്ധിമുട്ടില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ വലിച്ചാൽ മതി. കണ്ടോ, പോപ്പപ്പ്, അത് പോപ്പപ്പായി മാറി നമുക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് നീക്കി വെച്ച് നമുക്ക് ഉപയോഗിക്കാം. സോ പോപ്പപ്പ് എന്ന് പറയുന്ന സംഗതി കുറേ കൂടി കൺവീനിയൻ്റ് ആക്കി മാറ്റിയിട്ടുണ്ട്. ക്ലോസ് ചെയ്യാൻ തിരിച്ച് മുകളിലേക്ക് തന്നെ ആക്കുക. ഇനി സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ സാധാരണഗതിയിൽ എടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് താഴെ ഒരു കുഞ്ഞ് സർക്കിളായിട്ടേ കാണുള്ളൂ. അത് ഡയറക്റ്റായിട്ട് കുഞ്ഞായി പോകും, നിങ്ങൾക്ക് ഇവിടെ കാണാം. എന്നാൽ പുതിയ 1UI5 വരുമ്പോൾ ഒരു ഇത്തിരി വലിയൊരു ഷോട്ട് കാണിച്ചിട്ടേ അത് ചെറുതാവുള്ളൂ. നോക്കിക്കോളൂ കേട്ടോ, കണ്ടോ, ഒരു വലിയ സ്ക്രീൻ കാണിച്ചതിന് ശേഷമാണ് ചെറുതാവുന്നത്. സോ നിങ്ങൾക്ക് അത് ഇത്തിരി വലുപ്പത്തിൽ കാണാം എത്ര ഏരിയ വന്നിട്ടുണ്ടെന്നുള്ളത്. അതിനുശേഷം അത് ചെറുതായി പോവുള്ളൂ. സോ അതും ഒരു സൗകര്യപ്രദമായ കാര്യമായി. ഇനി ഫോട്ടോയിൽ നിന്നൊക്കെ ടെക്സ്റ്റ് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് നല്ല ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഗാലറിയിലുള്ള ഫോട്ടോ എന്ന് എടുക്കാം, ഇല്ല നിങ്ങൾ ക്യാമറ കൊണ്ട് ഡയറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യുമ്പോഴായാലും നിങ്ങൾക്ക് ആ ഫോട്ടോയിൽ നിന്നും ഫോൺ നമ്പറോ വേർഡ്സോ എന്ത് വേണമെങ്കിലും ഇങ്ങോട്ട് കോപ്പി ചെയ്തെടുക്കാൻ പറ്റും. അതിപ്പോൾ ഇതിലും വന്നിട്ടുണ്ട്. കഴിഞ്ഞ സമയങ്ങളിൽ നമ്മൾ ഐഫോണിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിലും വന്നിട്ടുണ്ട്. ഞാനിവിടെ ഒരു ഇമേജ് എടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗാലക്സി വാച്ച് 5 പ്രോയുടെ ബോക്സ് ആണിത്. ഈ ബോക്സിൽ ടെക്സ്റ്റ് ഉണ്ട്. ഇവിടെ T എന്നൊരു ഐക്കൺ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ടെക്സ്റ്റ് എടുത്തു. കണ്ടോ, ഇനി നമുക്കത് കോപ്പി ചെയ്യുക, എങ്ങനെ വേണമെങ്കിലും എവിടേക്ക് വേണമെങ്കിലും എടുത്തുകൊണ്ട് പോയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം. അത് ടെക്സ്റ്റ് നമുക്ക് കോപ്പി ചെയ്യാൻ സാധിക്കും. ഈ ഒരു സംഭവം ഗാലറിയിൽ നിന്ന് മാത്രമല്ല, ക്യാമറ കൊണ്ട് നമ്മൾ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വരുമ്പോൾ തന്നെ നമുക്കിതാ ഇവിടെ ടെക്സ്റ്റിൻ്റെ ഓപ്ഷൻ കാണാം. നമ്മൾ അതിൽ ടാപ്പ് ചെയ്താൽ
ആ ഫോട്ടോ എടുത്ത് ടെക്സ്റ്റ് സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് കാണിച്ചു തരും. കണ്ടോ, ഈ രീതിയിൽ നമുക്ക് കിട്ടും. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കാം. എന്തെങ്കിലും ഒരു വഴിയിലൊരു സംഭവങ്ങൾ കാണുകയാണ്, ഒരു ബോർഡ് കാണുകയാണ്, അതൊന്നും മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ക്യാമറ അതിൻ്റെ നേർക്ക് പിടിച്ചാൽ മതിയാവും. ഇനി ഇതിൽ നമുക്ക് മറ്റൊരു കാര്യം, ആപ്പ് ലാംഗ്വേജ്, സെപ്പറേറ്റ് ആപ്പ് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഒരു സംഭവം വന്നിട്ടുണ്ട്. നിങ്ങൾക്കത് എത്രത്തോളം യൂസ്ഫുൾ ആവുമെന്ന് എനിക്കറിയാം. കണ്ടോ, ആപ്പ് ലാംഗ്വേജ് ഇതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ആപ്പിനും സെപ്പറേറ്റ്, ഇപ്പോൾ യൂട്യൂബിന് മലയാളം കൊടുക്കാം, അല്ലെങ്കിൽ നെക്സ്റ്റിന് വേറെ കൊടുക്കാം, ഗൂഗിൾ ടി വിക്ക് ഗൂഗിളിന്, ഗൂഗിൾ ക്രോമിന് ഒക്കെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അത്ര ഭംഗിയായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. ഒരു പക്ഷേ ബീറ്റ വെർഷനൊക്കെ മാറി സ്റ്റേബിൾ ആകുമ്പോൾ ഫിക്സായി ഭംഗിയായിട്ട് വരുമായിരിക്കും. എന്തായാലും ഇങ്ങനെ ഒരു ഫീച്ചർ വരുന്നുണ്ടെന്നുള്ളത് അറിഞ്ഞിരിക്കാം. ഇനി ക്യാമറയുടെ ഭാഗത്ത് 1-2 ചെറിയ ചില മാറ്റങ്ങൾ, പക്ഷേ അത് യൂസ്ഫുള്ളായ, വളരെ വളരെ യൂസ്ഫുള്ളായ മാറ്റങ്ങൾ. ക്യാമറയിൽ നമുക്ക് പലപ്പോഴും നമുക്കിതിൻ്റെ പ്രോ മോഡിൽ എടുത്തു കഴിഞ്ഞാൽ, മോഡിൽ കയറി പ്രോ മോഡ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ സംഭവങ്ങൾ കാണാം, പക്ഷെ ഇതൊക്കെ എന്താണെന്ന് നമുക്ക് വലിയ പിടിയുണ്ടാവില്ല, സാധാരണക്കാർക്ക് അറിയില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരു സംഭവം വന്നിരിക്കുന്നത് ഈ ഐക്കണിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സംഭവം എന്താണ്, ഓട്ടോ എന്ന രീതിയിൽ വരുമ്പോൾ എന്താണ് അത് നമുക്ക് അവിടെ കാണാം. അതേപോലെ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു സെക്ഷൻ എടുക്കുന്നത്, ഇപ്പോൾ ഇവിടെ ISO ഇതെന്താണെന്ന് അറിയില്ല. ഇവിടെ ഐയിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ISO കൊണ്ട് ഉദ്ദേശിക്കുന്നത്, സ്പീഡിൽ ടാപ്പ് ചെയ്താൽ എന്താണ് സ്പീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അങ്ങനെ എന്താണെങ്കിലും അതിൻ്റെ ഡീറ്റെയിൽസ് കുറച്ച് നല്ല വിശദമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഈ വക സംഭവങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നവർക്ക് ഇത് തീർച്ചയായിട്ടും നല്ല ഒരു ഫീച്ചറാണ്. ഇനി അടുത്തൊരു നല്ല കാര്യം എന്ന് പറയുന്നത് നൈറ്റ് മോഡ്. നമ്മൾ സാധാരണ ഇതിൽ നൈറ്റ് മോഡ് എടുത്താൽ റിവേഴ്സ് പോകണമെങ്കിൽ ബാക്കിലോട്ടുള്ള സംഭവം ക്ലിക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഹോം അടിക്കണം, അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. ബട്ട് ഇനി അങ്ങോട്ട് അതില്ല. ഒരു ചെറിയ ആരോ കൊടുത്തിരിക്കുന്നുണ്ടോ, നൈറ്റ് മോഡ് എടുത്തു കഴിഞ്ഞാൽ ആവശ്യം കഴിഞ്ഞാൽ അതിലൊരു ടാപ്പ് ചെയ്താൽ തിരിച്ച് ഫോട്ടോയിലേക്ക് പോകാം. ഇത് ചെറുതാണെങ്കിലും എനിക്ക് വളരെ നല്ല കാര്യമായിട്ട് തോന്നിയൊരു കാര്യമാട്ടോ, അതുകൊണ്ട് എടുത്ത് പറയുന്നേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് സ്റ്റിക്കറുകൾ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ ഈ ഒരു ഫോട്ടോയിൽ നിങ്ങൾക്ക് ഒരു സ്റ്റിക്കർ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഫോട്ടോ തന്നെ ഇതിൻ്റെ താഴെ ഒരു സ്റ്റിക്കറായിട്ട് ആഡ് ചെയ്യണം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സ്റ്റിക്കർ ക്രിയേറ്റ് ചെയ്യാനും ആഡ് ചെയ്യാനും സാധിക്കും. അതായത് എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ സ്റ്റിക്കർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത്, സ്റ്റിക്കർ ഓൾറെഡി നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ അറിയാമായിരിക്കാം. ഇങ്ങനെ ഇഷ്ടംപോലെ സ്റ്റിക്കറുകൾ ഇവിടെ ഉണ്ടാവും. നമുക്ക് ഇതിനകത്ത് നിന്ന് സ്റ്റിക്കറുകളൊക്കെ എടുത്ത് ആഡ് ചെയ്യാം. ബട്ട് അതല്ലാതെ നമുക്ക് ഫോട്ടോ സ്റ്റിക്കറായിട്ട് മാറ്റാം. കണ്ടോ, ഇവിടെ ഓൾറെഡി ഒരു പ്ലസ് ഐക്കൺ വരും. ആ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്താണോ വേണ്ടത്, അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ വെറുതെ ഒരു സംഭവം ഈ ഭാഗം അത് റൗണ്ട് ഷേപ്പിൽ വേണോ, അല്ലെങ്കിൽ സ്ക്വയർ വേണോ, ട്രയാങ്കിൾ വേണോ, ഹാർട്ട് വേണോ, ഇങ്ങനെ എന്ത് വേണമെങ്കിലും നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിന് നമ്മൾ നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ അതിവിടെ സെപ്പറേറ്റ് ആയിട്ട് വരും. കണ്ടോ, ആ വരുന്നത് നമ്മൾ ഡൺ കൊടുത്താൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആ ഒരു സംഗതി കൂടി ഇതിൻ്റെ കൂടെ സ്റ്റിക്കറായിട്ട് ആഡ് ചെയ്ത് വെക്കാൻ സാധിക്കും. ഇനി നമുക്ക് സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്ന സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുൾ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്ന് പറയുന്ന ഈ സെക്ഷനിലേക്ക് വന്നിട്ടുണ്ട്. കണ്ടോ, ലോക്ക് സ്ക്രീൻ, അക്കൗണ്ട്, ഫൈൻഡ് മൈ മൊബൈൽ, ആപ്പ് സെക്യൂരിറ്റി, അപ്ഡേറ്റ്, പ്രൈവസി, ബയോമെട്രിക് അടക്കം. കണ്ടോ, ഫേസ് റെക്കഗ്നിഷൻ, ഫിംഗർ പ്രിൻറ്റ് അതടക്കം എല്ലാം സാംസങ് പാസ്, അതേപോലെ സെക്യൂർ ഫോൾഡർ, പ്രൈവറ്റ് ഷെയർ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും സെക്യൂരിറ്റി ആൻഡ് പ്രൈവസിയിൽ വരും. അതിലെവിടെയെങ്കിലും എന്തെങ്കിലും പാളിസുകൾ ഉണ്ടെങ്കിൽ ഇതുപോലെ ഇഷ്യൂ ഫൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ നമുക്ക് അത് എന്താണ് ഇഷ്യൂ, ഇവിടെ ഇങ്ങനെ ഒരു ഐക്കൺ വരും. അത് ക്ലിക്ക് ചെയ്തിട്ട് എന്താണ് അതിൻ്റെ ഇഷ്യൂ എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഡിവൈസ് പ്രൊട്ടക്ഷനിലാണ് ഇഷ്യൂ വന്നിരിക്കുന്നത്. ഡിവൈസ് പ്രൊട്ടക്ഷൻ ഓഫ് ആണ്, അപ്പോൾ ടേൺ ഓൺ ചെയ്യാനാണ് പറയുന്നത്, ടേൺ ഓൺ. അപ്പോൾ അത് ഓൺ ചെയ്യുമ്പോൾ അത് ഫിക്സ് ആയി. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ലുക്സ് ഗുഡ്. കണ്ടോ, സോ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി ഒരു സെപ്പറേറ്റ് സെക്ഷൻ ആക്കി എല്ലാ സെക്യൂരിറ്റി പരമായ കാര്യങ്ങളും അതിനകത്തേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ആൻഡ്രോയിഡ് 13 ഫീച്ചറാണ്, നന്നായിട്ടുണ്ട്. ഇനി അടുത്ത ഒരു ചെറിയ പക്ഷേ യൂസ്ഫുൾ ആയ ഒരു കാര്യം എന്ന് പറയുന്നത് എഡ്ജ് പാനലിൽ നെയിംസ് വന്നിട്ടുണ്ട്. കണ്ടോ, എഡ്ജ് പാനൽ ഐക്കൺ മാത്രമായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാം S22 അൾട്രയിൽ ഐക്കൺ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് നെയിം കൂടി കാണും. യൂട്യൂബ്, മെസ്സേജ്, ക്രോം, അങ്ങനെ എന്താണെങ്കിൽ ഇതിൽ ആഡ് ചെയ്യുന്നത് എന്തായാലും അതിൻ്റെ പേര് കൂടി കാണും. അതിനിതാ ഈ എഡിറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്താൽ ഷോ ആപ്പ് നെയിം, അത് വേണമെങ്കിൽ അത് കൊടുക്കുക. ഈസി ആയിട്ട് നമുക്കപ്പോൾ പേരടക്കം കാര്യങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ ആവശ്യമുള്ളത് നിങ്ങളിവിടെ ആഡ് ചെയ്ത് ഉപയോഗിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഫൈനലി പ്രധാനപ്പെട്ട കുറച്ച് മാറ്റങ്ങൾ ഇതിൽ വന്നിരിക്കുന്നത്, എനിക്ക് ഏറ്റവും എൻ്റെ ശ്രദ്ധ ആകർഷിച്ച നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ വിഷയങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്തത്. ഇത് കൂടാതെയും ഒട്ടനവധി മാറ്റങ്ങൾ ഇതിനകത്തുണ്ട്. ചെറിയ മാറ്റങ്ങൾ. ഇതിൻ്റെ സെറ്റിംഗ്സ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം അവിടെയൊക്കെ ചേഞ്ച് ഉണ്ട്. ഐക്കൺസിൻ്റെയും മറ്റു കാര്യങ്ങളിലൊക്കെ ചേഞ്ച് കാണുന്നുണ്ട്. പക്ഷേ എല്ലാ ചെറിയ കാര്യങ്ങളൊന്നും ഞാൻ പരിശോധിച്ചില്ല. പ്രധാനമായിട്ടും ഇതിൽ വരുമെന്ന് ഞാൻ കേട്ടിരുന്ന ഈ ഗസ്റ്റ് മോഡ് പോലുള്ള സംഗതികൾ, അങ്ങനെയുള്ള ഗംഭീര സംഭവങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്. കൂടുതൽ എന്തൊക്കെയാണ് ചെറിയ കാര്യങ്ങൾ എന്നുള്ളത് നിങ്ങളുടെ കയ്യിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. ഇനി ഇത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത് കൂടി ജസ്റ്റ് സിമ്പിളായിട്ടൊന്ന് കാണിച്ചു തരാം. സാംസങ് മെമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, സാംസങ് മെമ്പേഴ്സ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് ബാനേഴ്സ് കാണാം. അതിങ്ങനെ സ്വൈപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ One UI 5 ബീറ്റ എന്ന് പറയുന്ന ഈ ഒരു സ്ക്രീനിലേക്ക് എത്തും. അപ്പോൾ ഇതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആവും. അതിന് നടുവിലെ ആ ഒരു ഇമേജ് ഏരിയയിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡിവൈസിലേക്ക്
നമുക്ക് ഇതിനകത്ത് ആ ഒരു ബീറ്റ സോഫ്റ്റ്വെയർ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് മാറാം. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറയും. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് പോയിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിട്ടുണ്ടാവും. ബീറ്റ വേർഷൻ്റെ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക, എൻജോയ് ചെയ്യുക. പക്ഷേ ബീറ്റ വേർഷൻ ആണ്, അതുകൊണ്ട് പല പ്രോബ്ലംസ് ഉണ്ടാവാം. പ്രൈമറി ഫോണിൽ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യാൻ നിൽക്കേണ്ട. അങ്ങനെ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഡാറ്റയൊക്കെ കൃത്യമായിട്ട് ബാക്കപ്പ് ചെയ്ത് വെക്കുക, എന്നിട്ട് മാത്രം ടെസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ ചിലപ്പോൾ ഡാറ്റാസ് ഒക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. സോ ഈ പറഞ്ഞ ഫീച്ചേഴ്സ് എല്ലാം ബീറ്റ വെർഷനിലെ ഫീച്ചേഴ്സ് ആണ്. അതുകൊണ്ട് ചില ഇഷ്യൂസ് ഒക്കെ പല ഭാഗങ്ങളിൽ ഉണ്ടാവാം. എനിക്ക് പ്രശ്നമൊന്നും തോന്നിയില്ല, ചിലപ്പോൾ വന്നേക്കാം. അതുകൊണ്ട് തന്നെ ഇത് പ്രൈമറി ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് ഞാൻ എടുത്ത് പറയുന്നത്. ബീറ്റ വെർഷനാണ്. സ്റ്റേബിൾ വന്നതിന് ശേഷം നിങ്ങളുടെ പ്രൈമറി ഫോണിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.